നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പിണറായി വിജയൻ. കൊച്ചി നഗരമധ്യത്തിൽ കൂറ്റൻ ആകാശവിളക്ക്. കുമ്പളങ്ങിയെ വർണ്ണാഭമാക്കി സെന്റ് പീറ്റേഴ്സ് ദേവാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പ്. ദില്ലിയിൽ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി AAP. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സംഭവം. ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കോൺഗ്രസ് സിനിമകളും പുസ്തകങ്ങളും വിലക്കിയിരുന്നു. ഭരണഘടനാ ചർച്ചയിൽ ആഞ്ഞടിച്ച നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകി. കുറ്റക്കാരോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും അറിയിച്ചു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് മന്ത്രി OR കേളു നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാദനെ വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദിവാസി യുവാവിനെതിരായ ആക്രമണത്തെ വളരെ ഗൗരവമായി കാണുന്നുവെന്നും മന്ത്രി OR കേളു പറഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി കർശന ശിക്ഷ നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ ഇതിനകം സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. മാദനെ ആവശ്യമായ വിദഗ്ധ ചികിത്സ നൽകാനും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനും പട്ടികവർഗ വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടൽക്കടവ് ചെമ്മാട് നഗറിലെ മാദനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ ഇന്നലെ വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളുമായുണ്ടായ വാക്തർക്കമാണ് മാദനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2 കാറുകളിലെത്തിയ വിനോദസഞ്ചാരികളാണ് വലിച്ചിഴച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് കുമ്പളങ്ങിയെ വർണ്ണാഭമാക്കിക്കൊണ്ട് പള്ളിയങ്കണത്തിൽ കൂറ്റൻ ആകാശവിളക്ക് സ്ഥാപിച്ചിരിക്കുകയാണ് കുമ്പളങ്ങിയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം. ചൈനയിൽ നിന്നും പോർച്ചുഗീസുകാർ 1500കളിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ആകാശവിളക്ക്. ക്രിസ്തുമസ് കാലങ്ങളിൽ ക്രൈസ്തവ പാരമ്പര്യമായിരുന്ന ഈ ആകാശവിളക്ക് പിന്നീട് അന്യം നിന്ന് പോവുകയായിരുന്നു. ഇപ്പോൾ കൊച്ചി നഗരമധ്യത്തിൽ സ്ഥാപിച്ച ഈ ആകാശവിളക്കിന്റെ ഉയരം 45.9 അടിയാണ്. ചരിത്രമുറങ്ങുന്ന ആകാശവിളക്കിനെ കുറിച്ച് ഗുഡ്നസ് ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഈശോ ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയിൽ അവതരിച്ചതാണ് ക്രിസ്മസ്. ആ പ്രകാശമായി ലോകത്തിലേക്ക് അവതരിച്ച യേശുവിനെ മാനവർക്ക് പകർന്നു നൽകുവാനായി പണ്ടുകാലങ്ങളിൽ നമ്മൾ ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ തൂക്കിയിരുന്നതാണ് ആകാശവിളക്ക്. പിന്നീടെപ്പോഴോ നക്ഷത്രങ്ങൾ വന്നതോടുകൂടി ഈ ആകാശവിളക്ക് നമുക്ക് കൈമോശം വന്നു. ഈ ഒരു പാരമ്പര്യം അന്യം നിന്നുപോയി. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ആ പഴയ കാലഘട്ടത്തിലെ ഈ ഒരു ക്രൈസ്തവ പാരമ്പര്യം പകർന്നു നൽകാൻ, അതിനെക്കുറിച്ച് അറിവ് നൽകാൻ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആകാശവിളക്ക് ഉയർന്നിരിക്കുകയാണ്. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ വികാരിയച്ഛനായ ഫാദർ ജോയ് ചക്കാലക്കൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, വളരെ ഈ ഒരു നക്ഷത്രവിളക്ക് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കേട്ടതാണ്, പക്ഷേ കൊച്ചിയുടെ പാരമ്പര്യം കേട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഒരു കുമ്പളങ്ങിയിലെ ഒരു ദേവാലയത്തിന് മുമ്പിൽ ഒരു ഇത്ര അടി ഉയരമുള്ളൊരു ആകാശവിളക്ക് സ്ഥാപിക്കാൻ കാരണം?
1500-കളിൽ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ആകാശവിളക്ക് നമ്മുടെ കേരളത്തിൽ വന്നത്. അത് കഴിഞ്ഞ് ആ പാരമ്പര്യം അങ്ങനെ ഇല്ലാതായി. നക്ഷത്ര വിളക്കുകൾ മാത്രമായിട്ട് അത് അവശേഷിച്ചു. അപ്പോൾ ആ പഴയ പാരമ്പര്യം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇതിനു വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് അറിഞ്ഞത് ഏതാണ്ട് 30 അടി വരെയുള്ള ആകാശവിളക്കാണ് ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ 45.9 അടി ഉള്ള ആകാശവിളക്കാണ് ഞങ്ങളിവിടെ ഉയർത്തിയിരിക്കുന്നത്. അതിന് ആ പാരമ്പര്യമൊക്കെ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അതിലെ ഉണ്ണീശോൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആ പഴയ പാരമ്പര്യം കൊണ്ടുവരാനും വേണ്ടിയാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത്. ഇതിൻ്റെ ആശയം കൊണ്ടുവന്നത് നമ്മുടെ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ അച്ഛനാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഫൈനാൻസ് കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിലെ ഒരു വ്യക്തി അതിൽ 3 ഭാഗം പൈസ സ്പോൺസർ ചെയ്തു. അതോടുകൂടിയാണ് ഇത് തുടങ്ങാനായിട്ട് ആരംഭിച്ചത്. ഇത് കഴിഞ്ഞ നവംബർ 17 മുതൽ ഈ ഡിസംബർ 17 വരെ ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയാക്കി തീർത്തത്. അതിന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു 6-7 മണിക്ക് എല്ലാ ജോലിക്കാരും വന്ന് അവരൊരു 10, 11, 12 മണി വരെയൊക്കെ നിന്നാണ് അത് ചെയ്തത്. എല്ലാം ഫ്രീ സർവീസായിരുന്നു. വളരെ നല്ലൊരു കൂട്ടായ്മ പള്ളിയിൽ ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം സ്ത്രീജനങ്ങൾ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ഈ പള്ളിമുറ്റത്ത് ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ കൂടുതൽ ഭംഗിയാക്കാനായിട്ട്, കൂടുതൽ ദൃഢപ്പെടുത്താനായിട്ട് ഈ ഒരു ആശയം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ക്രിസ്മസുകൾക്ക് പ്രത്യേകമായിട്ട് നക്ഷത്രങ്ങളാണ് തൂക്കാറ്. ഇടവകളിലൊക്കെ വലിയ വലിയ നക്ഷത്രങ്ങൾ തൂക്കിയ വാർത്തകളാണ് കൂടുതലും പുറത്തു വരുന്നത്, വലിയ വലിയ നക്ഷത്രങ്ങൾ. അതിന് പകരമാണ് ആകാശവിളക്ക്. നക്ഷത്രവും ആകാശവിളക്കും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതിൻ്റെ ഇപ്പോൾ രണ്ടും പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉയർത്തുന്നത്. അതിപ്പോൾ ആകാശവിളക്കാകുമ്പോൾ കുറച്ചുകൂടി ആകർഷണമാണ്. നക്ഷത്രം നമുക്കിപ്പോൾ ഏത് മോഡലിലും ഒക്കെ നമുക്ക് കിട്ടും. ആകാശവിളക്കിൽ അതിന് കുറേ പരിശ്രമങ്ങളുണ്ട്. അത് ഇപ്പോൾ പലരും അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശവിളക്ക് നിർമ്മിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ? ഇത് ആദ്യകാലങ്ങളിൽ പോർച്ചുഗീസുകാരായിരുന്നോ ഈ ക്രിസ്മസിന് ആകാശവിളക്ക് നിർമ്മിച്ചിരുന്നത്? കൊണ്ടുവന്നത് ആകാശവിളക്കിൻ്റെ ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസാണ് 1500-കളിലാണ്. അത് കഴിഞ്ഞ് ആ ഒരു പാരമ്പര്യം അങ്ങനെ ഇല്ലാതായി. അത് നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം നമ്മൾ ജനങ്ങൾക്കൊന്ന് പകർന്നു കൊടുക്കാനും നമ്മുടെ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്താനൊക്കെയാണ് ഉദ്ദേശിച്ചത്. അത് വളരെ ഒരു വിജയമായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊച്ചിയിലെ ഒരു ക്രിസ്മസ് അതെപ്പോഴും വേറിട്ട ഒരു ക്രിസ്മസ് ആണ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ ആയിട്ടാലും ക്രിസ്മസ് കാലങ്ങളിൽ എല്ലാവരും കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ആകാശവിളക്ക് അത് കൊച്ചിയിലെത്തുന്ന കാഴ്ചക്കാർക്ക് വലിയൊരു സന്തോഷവും കണ്ണിന് കുളിർമയൊക്കെ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു. കൊച്ചിയിലെ ഈ ഒരു ആകാശവിളക്കിന് പിന്നിൽ കഴിഞ്ഞ ഒരു മാസത്തിന് ഏറെയായി കഠിനമായി അധ്വാനിച്ച് നിൽക്കുന്ന കലാകാരന്മാരും ഇതുമായി പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിക്കാരൊക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇന്നാണ് ഇപ്പോൾ ഒരു സ്വിച്ച് ഓൺ കർമ്മം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. വലിയൊരു പ്രോഗ്രാമായിട്ട് ഇവിടെ കഴിഞ്ഞു. എന്ത് തോന്നുന്നു? കൺവീനർ അല്ലേ? ജോയ് മാനുവൽ. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണം അത്രക്കും മനസ്സ് സന്തോഷമായി. അപ്പോൾ എന്തൊക്കെ തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് നമുക്കിത് ഇവിടെ സാധ്യമായത്. പിന്നെ നമുക്ക് നമ്മുടെ വികാരി അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒത്തിരി തൊഴിലാളികളുണ്ട്. അവരുടെ പ്രയത്നം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അവർ രാത്രി 12 മണി വരെയൊക്കെ അവർ പണിതിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും സന്തോഷം.
ആദ്യമായിട്ടല്ലേ ഈ ദേവാലയത്തിൽ ഇങ്ങനെ ആകാശവിളക്ക് തൂക്കുന്നത്? അതെ, ആ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇങ്ങനൊരു ആശയം വന്നപ്പോൾ ആകാശവിളക്ക് ഈ ദേവാലയത്തിൽ ഉയരണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചി സംബന്ധിച്ചോളം ഏറെ പാരമ്പര്യമുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതും ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശവിളക്ക് എന്ന നിലയിലേക്കാണ്. ആ ഒരു ഇത്രയും വലുത് ഉയർത്തണം, വലുത് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്ത, അതൊക്കെ എങ്ങനെയാണ് വന്നത്? ശരിക്കും ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അസോസിയേറ്റ് വികാരി പ്രസാദ് അച്ഛനാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നത്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 വർഷമേ അച്ഛൻ ഇവിടെ ചാർജ് എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ മുൻപ് സേവനം അനുഷ്ഠിച്ച ജീവമാതാ പള്ളിയിൽ ഇതുപോലെ വലിയ നക്ഷത്രവും അതുപോലെ തന്നെ വലിയ മാലാഖയും അച്ഛൻ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇടവക പള്ളിയിലും അച്ഛൻ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചത്. അപ്പോൾ അവതരിപ്പിച്ചപ്പോൾ ഇടവക ഒന്നടങ്കം 946 കുടുംബം ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്ര വിജയമായി ഇത് നമുക്ക് സാധ്യമായത്. ഈ ഒരു ആകാശവിളക്കിൻ്റെ പിന്നിലെ എഞ്ചിനീയർ അല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട്? എന്തൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലേക്ക് ചെയ്ത കാര്യങ്ങൾ? പ്രസാദ് അച്ഛനാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും. അതിന് തുടക്കം മുതലേ അതിൻ്റെ ഡിസൈൻ അച്ഛൻ്റെ ഒരു ആശയമാണ് നമ്മളത് ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് 3Dയിലേക്ക് വരുമ്പോൾ നമുക്ക് പള്ളിയിൽ എങ്ങനെയാണ് വരും എന്നുള്ളത് രീതിയിൽ നമ്മൾ 3Dയിൽ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത്ര ഉയരം വേണമെന്നുള്ളത് ആരായിരുന്നു? എങ്ങനെയായിരുന്നു? പ്രസാദ് അച്ഛൻ തന്നെയാണ്. അച്ഛന് ആകാശം മുട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇതിൽ, അപ്പോൾ നമ്മുടെ പള്ളിയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ. ഇതൊക്കെ വെല്ലുവിളികളായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പിന്നിൽ? അത് ഒരുപാടുണ്ട്. സ്ട്രക്ചറിൽ കാര്യങ്ങൾ കൂടുതലും ഷാജിച്ചേട്ടനാണ് അത് ഡിസൈൻ ചെയ്ത്. കാരണം നമുക്കത് ഡിസൈൻ ചെയ്തതനുസരിച്ചാണ് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നോക്കി ചെയ്തത്. അപ്പോൾ ഷാജിച്ചേട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഇതിപ്പോൾ ഈ ഒരു ആശയം പറഞ്ഞല്ലോ, പ്രസാദച്ചൻ്റെ ഒരു ആഗ്രഹമാണ്. അത് വികാരിയച്ഛൻ അപ്രൂവൽ കൊടുത്ത് ഇടവക ജനങ്ങളെല്ലാവരും ഒരേ മനസ്സിലായിട്ട് എടുത്തുള്ളതാണ്. ഇത് ഒരാളുടെ വിജയമല്ല, ഈ ഇടവേടം മൊത്തം വിജയമാണ്. അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓരോ പണിക്കാരും അവർ പകർത്തിയോരും ജോലി ചെയ്തിട്ട് വരുന്നത് വന്നു കഴിഞ്ഞാലും ഒരു ക്ഷീണവും ഇല്ലാതെ എത്ര മണിവരും നിൽക്കാൻ റെഡിയാണ്. അതുപോലെ ആരാണ് മെച്ചമെന്നൊക്കെ പറയാൻ പറ്റില്ല. അത്ര ആ ഒരു സപ്പോർട്ടാണ് ഓരോരുത്തരും തന്നത്. അത് തന്നെ ഇതിൻ്റെ ആ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രകാശത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറയണം. അതൊരു വലിയൊരു വെളിച്ചമാണത്. അത് ഞങ്ങളുടെ ഇടവകയിലേക്ക് ചെല്ലും, ഇടവക മറ്റു ഇടവകയിലേക്ക് ചെല്ലും ചെല്ലണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനെ ബേസ് ചെയ്താൽ ഇങ്ങനെ ഒരു വിളക്ക് ഞങ്ങളിവിടെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ടിത് ഒരു മാസത്തെ 1.5 മാസത്തിന് 1.5 മാസമേ ഉള്ളൂ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് 1 മാസമായിട്ടില്ല. ഈ 1 മാസത്തെ കാലത്തിനുള്ളിൽ തീർക്കുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മുതലൊന്ന് തന്നേക്കാമെന്ന് പറഞ്ഞ ഒരാൾ യാതൊരു നമ്മൾ ഇങ്ങനെ പറയാതെ തന്നെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് നടക്കുന്നൊരു ഉറപ്പായി. പിന്നെ ബാക്കി പലരുടെയും അകമഞ്ഞ സംഭാവന ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കാർക്ക് അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് അത് സമയത്ത് തീർക്കാനായിട്ട് അവരുടെ പല കുടുംബാവശ്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്. ഇതിന് മുമ്പ് ഇങ്ങനെ സ്റ്റാറൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടാവും, ആകാശവിളക്ക് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നവരായിട്ട് കണ്ടോ, അങ്ങനെ വല്ല പരിചയം ഉണ്ടായിരുന്നു? ഇല്ല. ഇതിൻ്റെ ഡിസൈൻ തീരുമാനിച്ചത് ഫോർട്ട് കൊച്ചിയിലെ ആകാശവിളക്കിനെ നമ്മളതിൻ്റെ ഗൂഗിളിലെടുത്ത് എന്നിട്ട് അതിൻ്റെ റേഷ്യോ നോക്കി വെറുതെ അതിൻ്റെ ടോപ്പ് എത്ര ഉണ്ടാവും, എത്ര ഉദ്ദേശിച്ച പിക്ചറിൻ്റെ എത്ര ഭാഗം ഹൈറ്റ് ഉണ്ടാവും, അതിൻ്റെ ട്രയാങ്കിൾ എത്ര ഉണ്ടാവും എന്നാൽ മെഷർമെൻ്റ് അല്ല, അതിൻ്റെ റേഷ്യോ നോക്കിയിട്ട് അച്ഛൻ 46 അടി പൊക്കം പറഞ്ഞു. അപ്പോൾ അതിന് റേഷ്യോ എങ്ങനെ ഡിവൈഡ് എടുക്കാം അങ്ങനെ വെച്ചിട്ട് ഓരോന്നിൻ്റെയും ബോഡി ഹൈറ്റും അങ്ങനെ അച്ഛൻ പറഞ്ഞ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. അതിന് ആ വിളക്ക് വെച്ച് അങ്ങനെ റേഷ്യോ ഉണ്ടാക്കിയെടുക്കാം. അത് ഞങ്ങൾ ആലോചിച്ച് തന്നെ എനിക്ക് എന്നെ കുറച്ച് സഹായിക്കാൻ ജോമോനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ മുൻപരിചയമൊന്നുമില്ല. നമുക്കിതൊരു സംഭവം യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് നടക്കാത്തൊന്നുമില്ലല്ലോ. അതിന് നമുക്ക് ഇന്ന് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആഗ്രഹം മതി. സപ്പോർട്ട് ചെയ്യാൻ ഇടവജനങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ആശയമാണ് അച്ഛൻ പറഞ്ഞത്. ഷാജിടം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എല്ലാം ആകാശവിളക്കെന്നും പറഞ്ഞ് ഇവർ സമീപിച്ചപ്പോൾ എന്ത് തോന്നി? നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, എനിക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഇതായിട്ട് തോന്നി. ഷാജിടം പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നില്ല. ഒരുപാട് സന്തോഷമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മുടെ കേരളത്തിലെ എല്ലാവരോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൊച്ചിക്ക് ഇങ്ങോട്ട് പോരുന്നല്ലേ എല്ലാവരും പറയുന്നത്? ഈ ഒരു ആകാശവിളക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറയും ഇങ്ങോട്ട് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് പോരാനായിട്ട്. ഇപ്പോഴത്തെ തലമുറ ആകാശവിളക്ക് എന്താണെന്ന് കണ്ടിട്ടില്ല.
അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും കണ്ടിട്ടില്ല. കാര്യം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ശരിക്കും ആകാശവിളക്കിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറക്ക് ഒരു പ്രചോദനമാണ് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ ആകാശവിളക്ക്. എന്തായാലും ഇത് തന്നെയാണ് ഈ ഒരു ഇടവകയിലെ ആൾക്കാർക്ക് പറയാനുള്ളത്. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോര്, കുമ്പളങ്ങിക്ക് പോര്, ഈ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലേക്ക് പോര്. 1500കളിലൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടമായ ആ ഒരു പാരമ്പര്യം ഇന്ന് ഇവരുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ആകാശ വിളക്കായി നമുക്ക് മുമ്പിൽ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കാണേണ്ട ഒരു നല്ലൊരു മനോഹരമായ ഈ ദൃശ്യമാണ് ഈ ക്രിസ്മസിന്. അതുകൊണ്ട് ആരും തന്നെ മിസ് ചെയ്യണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോൺഗ്രസ് സിനിമകളും പുസ്തകങ്ങളും വിലക്കിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 1975 മൈക്കിൾ എഡ്വാർഡിന്റെ നെഹ്റു എന്ന് പേരിട്ട രാഷ്ട്രീയ ജീവചരിത്ര പുസ്തകത്തിന് കോൺഗ്രസ് വിലക്കേർപ്പെടുത്തിയെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കിസ്സാ കുർസിക്ക എന്ന സിനിമയ്ക്കും വിലക്കേർപ്പെടുത്തി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും ചോദ്യം ചെയ്യുന്ന സിനിമയായിരുന്നു അതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. 1949 കവി മഞ്ജൂരു സുൽത്താൻപുരിയെയും നടൻ ബൽരാജ് സാഹ്നിയെയും ജയിലിലിട്ടു. മിൽ തൊഴിലാളികളുടെ സമരത്തിൽ നെഹ്റുവിനെതിരെ കവിത എഴുതി അവതരിപ്പിച്ചതിനാണ് സുൽത്താൻപുരിയെ ശിക്ഷിച്ചത്. 1950 സുപ്രീം കോടതി കമ്മ്യൂണിസ്റ്റ് മാഗസീനായ ക്രോസ് റോഡ്സിനും RSS സംഘടന മാസിക ഓർഗനൈസറിനും അനുകൂലമായി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ഇടക്കാല സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ജനാധിപത്യ രാജ്യമെന്ന് സ്വയം അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയിടാനുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അതും ഭരണഘടന നിലവിൽ വന്ന് വെറും 1 വർഷത്തിനു ശേഷമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. ശനിയാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടെ ആൽബർട്ട് ഐൻസ്റ്റീനും എഡ്വീന മൗണ്ട് ബാറ്റനും ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളുടെ ശേഖരം തിരികെ നൽകണമെന്ന് രാഹുൽ ഗാന്ധിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. നെഹ്റുവിന്റെ കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറിയാണ് രാഹുലിനെ നിർദ്ദേശം നൽകിയത്. സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരം 2008 പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിനെ വിലക്കേർപ്പെടുത്തുകയും അന്നു മുതൽ സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന കത്തുകളാണ് തിരികെ ആവശ്യപ്പെട്ടത്. നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യമുള്ളതാണ് ഈ രേഖകളെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഇവ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വലിയ ഗുണം ചെയ്യുമെന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് PMML കത്തിൽ പറയുന്നു. രേഖകൾ കൈമാറുകയോ അവ പകർത്തി സൂക്ഷിക്കാൻ അനുവാദം നൽകുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. വൈദ്യുതി ചാർജ് വർധന ഇനി വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിൽ വാദം പൂർത്തിയായി അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കൂ, അതിൽ നിന്നും എത്ര കുറവാണ് നമ്മുടെ വൈദ്യുതി ചാർജ് എന്നും മന്ത്രി പറഞ്ഞു. കരാർ കാലാവധി തീർന്ന മണിയാർ പദ്ധതിയുടെ നിയന്ത്രണാവകാശം കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് നൽകാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ധാരണയുണ്ടായത്. പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്ന KCB നിലപാട് തള്ളിയാണ് നീട്ടാനുള്ള നീക്കം. വ്യവസായശാലകൾ കൊണ്ടുവരാൻ കരാർ നീട്ടണമെന്ന് ശക്തമായി വാദിക്കുകയാണ് വ്യവസായ മന്ത്രി. പ്രതിപക്ഷം അഴിമതി ആരോപണമുയർത്തിയപ്പോൾ മൗനത്തിലായിരുന്നു വൈദ്യുതി മന്ത്രി. വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് വകുപ്പിന്റെയും എതിർപ്പ് മന്ത്രി പരസ്യമാക്കിയത്. ഭിന്ന നിലപാട് വൈദ്യുതി മന്ത്രി പരസ്യമാക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് കരാർ നീട്ടുന്നതിനോട് യോജിപ്പാണെന്നാണ് വിവരം. മണിയാർ മോഡൽ അംഗീകരിച്ചാൽ സമാന നിലയിലുള്ള മറ്റ് പദ്ധതികളിലെ കരാറുകളും നീട്ടണമെന്ന ആവശ്യവും സർക്കാരിനെ പരിഗണിക്കേണ്ടി വരും. NTPCയുടെയും മറ്റ് സ്വകാര്യ കമ്പനികളുടെയും ഇതിനകം സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ്
വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാട് അന്തിമ തീരുമാനമായില്ലെന്നും മന്ത്രി പറഞ്ഞു. മണിയാർ പദ്ധതി ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്നാൽ കാർബോറാണ്ടത്തിന് കരാർ നീട്ടി നൽകണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുക്കും. വൈദ്യുതി ചാർജ് വർധന ഇനി വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം പൂർത്തിയായി. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെ കുറിച്ച് ആലോചനയുള്ളൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി മന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ കരാർ നീട്ടലിലെ അഴിമതി വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നത്. കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കുവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് സാമ്രാജ്യത്വത്തിന് വിധേയപ്പെട്ടുവെന്നും നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയും പറയുന്നതെന്നും പിണറായി പറഞ്ഞു. അതേസമയം കേന്ദ്ര നടപടിക്കെതിരെ വിമർശനവുമായി മന്ത്രി പി രാജീവും രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശിക്കാൻ വന്നതിന്റെ കാശുകൂടി കേരളം കൊടുക്കേണ്ടി വരുമോ എന്ന് മന്ത്രി പി രാജീവ് ചോദിച്ചു. കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിലെ പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകും. ടൗൺഷിപ്പ് നിർമ്മാണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ല. 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അനുകൂലമായാൽ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ടെന്നും ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. AI ക്യാമറയും ബ്രഹ്മപുരവും പോലുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്തുകൊണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു. എന്നാൽ ഹെലികോപ്റ്റർ ഇറക്കിയതിന് പൈസ ചോദിച്ചത് വ്യാജ കഥയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാലാകാലങ്ങളായി നടക്കുന്ന പ്രവണതയാണ്, തെറ്റായ പ്രചാരണമാണ്. പത്രവാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ വകുപ്പുകൾ സഹായം നൽകുമ്പോൾ അതിനുള്ള പണം നൽകണം. കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്ന പച്ചക്കള്ളം കുറേയായി തുടരുന്നു. എല്ലാം ജനങ്ങളുടെ നികുതി പണമാണ്. ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ പണം കൊടുക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ അടക്കം ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് 132 കോടി 62 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് കേരളം ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ മത്സരിക്കും. മുഖ്യമന്ത്രി അതിഷി മർലേന സിറ്റിംഗ് മണ്ഡലമായ കൽക്കാജിയിലും വീണ്ടും ജനവിധി തേടും. 4ാം ഘട്ടത്തിൽ 38 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് AAP പുറത്തിറക്കിയത്. അതിഷി കൽക്കജിയിൽ നിന്നും സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിലും ഗോപാൽ റായ് ബാബർപൂരിലുമാണ് മത്സരിക്കുന്നത്. 70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും AAP ഇതോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4ാം തവണയും അധികാരത്തിലേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയും തയ്യാറെടുപ്പുകളോടെയുമാണ് AAP ഉള്ളതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. BJP ചിത്രത്തിലില്ല. അവർക്ക് മുഖ്യമന്ത്രി മുഖമോ ടീമോ പദ്ധതിയോ ഡൽഹിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടോ ഇല്ല. അവർക്ക് ഒരു മുദ്രാവാക്യം മാത്രമേയുള്ളൂ: കെജ്രിവാളിനെ നീക്കം ചെയ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. 5 വർഷത്തേക്ക് അവർ എന്താണ് ചെയ്തതെന്ന് അവരോട് ചോദിക്കൂ. വർഷങ്ങളായി ഞങ്ങൾ കെജ്രിവാളിനെ അധിക്ഷേപിച്ചു എന്ന് അവർ പറയുമെന്നും ഡൽഹി മുൻ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഫെബ്രുവരിയോടെ വോട്ടെടുപ്പുണ്ടാകുമെന്നാണ് പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. AAPയും കോൺഗ്രസും ഇതിനകം കുറേ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയും വൈകാതെയുണ്ടാകും. AAPയുടെ പ്രചാരണവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം AAP സ്ഥാനാർത്ഥി പട്ടികയെ വിമർശിച്ച് BJP രംഗത്തെത്തി.
ആം ആദ്മി പാർട്ടിയുടേത് ക്രിമിനലുകളുടെ പട്ടികയാണെന്ന് ദില്ലി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. കെജ്രിവാൾ ദില്ലിയിൽ ക്രിമിനലുകൾക്ക് അഭയം നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷിന് ഇന്ത്യയിൽ സ്വീകരണം. തമിഴ്നാട് കായിക വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഗുഗേഷിന് വലിയ വരവേൽപ്പ് ഒരുക്കിയത്. ഗുഗേഷിനെ കായിക വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവരാണ് സ്വീകരണമൊരുക്കിയത്. വിജയത്തിൽ വലിയ സന്തോഷമെന്നും പിന്തുണയ്ക്ക് വലിയ നന്ദിയെന്നുമാണ് ഗുഗേഷ് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് വിശദമാക്കിയത്. വിമാനത്താവളത്തിൽ നിന്ന് താൻ പഠിച്ച വേലമ്മാൾ സ്കൂളിലേക്കാണ് ഗുഗേഷ് പോയത്. ചെസ് ബോർഡിന്റെ രൂപത്തിലുള്ള വാഹനത്തിലാണ് ഗുഗേഷിനെ യാത്ര ഒരുക്കിയിട്ടുള്ളത്. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗുഗേഷിനെ 5 കോടി രൂപയാണ് സമ്മാനിക്കുക. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ക്ലാസിക്കൽ ഫോർമാറ്റിലെ അവസാന മത്സരത്തിൽ ഗുഗേഷ് വിജയ കിരീടം ചൂടി. ഇന്ത്യയിലെ 2ാമത്തെ വിശ്വവിജയിയായ ഗുഗേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനാണ്. രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന ഒരു പിടി റെക്കോർഡുകളോടെയാണ് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഗേഷ് മടങ്ങിയെത്തിയിട്ടുള്ളത്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെയാണ് ഗുഗേഷ് അട്ടിമറിച്ചത്. സമനിലയാകുമെന്ന് ഉറപ്പായ മത്സരത്തിൽ അതിശയകരമായ നോക്കൌട്ട് പഞ്ച് ഇറക്കിയാണ് ഗുഗേഷ് ലോക ചാമ്പ്യനാകുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായി മാറിയത്. 5 തവണ വിശ്വവിജയിയായ വിശ്വനാഥൻ ആനന്ദിന്റെ പിന്മുറക്കാരൻ. ഗുഗേഷിന്റെ ബാല്യകാല സ്വപ്നം കൂടിയാണ് അതിവേഗം സാക്ഷാത്കാരത്തിലെത്തിയിരിക്കുന്നത്. സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ 14ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ചാമ്പ്യനാകാൻ വേണ്ട 7.5 പോയിന്റിലേക്ക് എത്തിയാണ് ഗുഗേഷിന്റെ വിജയം. 18ാമത്തെ ലോക ചെസ് കിരീടം 18ാം വയസ്സിൽ നേടിയെന്ന കൗതുകവും ഗുഗേഷിന്റെ വിജയത്തിനുണ്ട്. അവസാന മത്സരത്തിൽ ഡിങ് ലിറനെ ഞെട്ടിച്ചായിരുന്നു ഗുഗേഷിന്റെ ക്ലാസിക്കൽ മത്സര വിജയം. ആനന്ദിന് ശേഷം വിശ്വവിജയിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. വേരുകൾ ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദിന്റെ നാടായ ചെന്നൈയിൽ നിന്ന് തന്നെയാണ് ഗുഗേഷിന്റെയും വരവ്. കാനഡയിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളുടെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിന് കനേഡിയൻ സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മരണത്തെ ഭയാനകമായ ദുരന്തങ്ങൾ എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പരാമർശിച്ചു. അതിനിടെ കാനഡയിലേക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി നിർത്തിവെച്ചതിന് പിന്നാലെയാണ് പുതിയ ആവശ്യവുമായി രാജ്യം രംഗത്തെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം രേഖകളുടെ പരിശോധന നടത്തുകയും വേഗത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാനഡയുടെ മറ്റൊരു പദ്ധതിയായിരുന്നു SDS. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടാണ് SDS രൂപീകരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പദ്ധതി അവസാനിപ്പിക്കുന്നതായി കാനഡ പ്രഖ്യാപിച്ചത്. ഇതും കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വെല്ലുവിളിയായി മാറി. കാനഡയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനാണ് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. 4 ലക്ഷത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാനഡയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ് പുതിയ മാനദണ്ഡങ്ങൾ. വളരെ വേഗത്തിൽ രേഖകൾ പരിശോധിക്കുകയും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാനഡയുടെ പദ്ധതിയാണ് SDS. സിറിയയിൽ ഭരണം പിടിച്ചെടുത്ത HTS വിമതരുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സ്ഥിരീകരിച്ചു. സിറിയയുടെ ഭാവി സംബന്ധിച്ച് ജോർദാനിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ബ്ലിങ്കൻ. അറബ്, യൂറോപ്യൻ, തുർക്കി പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. അതേസമയം അസാദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന റഷ്യ, ഇറാൻ എന്നിവർ പങ്കെടുത്തില്ല. HTS പ്രതിനിധികളും ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുന്ന തീവ്രവാദം അനുവദിക്കാത്ത ഭരണകൂടമാണ് സിറിയയിൽ വേണ്ടതെന്ന് ഉച്ചകോടി ആവശ്യപ്പെട്ടു. അതിനിടെ കഴിഞ്ഞ ആഴ്ചയാണ് ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ 80% സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ അറിയിച്ചത്. ബാഷാർ ഭരണം നിലം പതിച്ചതിന് പിന്നാലെ 48 മണിക്കൂറിനിടെ 400-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. ഇതിന് പിന്നാലെ സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തകർത്തുവെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിരിക്കുന്നത്. കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ
ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, വിമാനവേദ മിസൈലുകൾ, സിറിയൻ നാവിക കേന്ദ്രങ്ങളുടെ കരുത്തായിരുന്ന 15 നാവികസേനാ കപ്പലുകൾ എന്നിവ തകർത്തുവെന്നാണ് IDF അവകാശപ്പെട്ടിരുന്നത്. സിറിയയിൽ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പങ്കുവച്ചിരുന്നു. നേരത്തെ ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും സിറിയയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. IAS ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സിറിയയുമായുള്ള 1974 വെടിനിർത്തൽ കരാർ പ്രകാരം സ്ഥാപിച്ച ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതായി നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. സിറിയയിൽ വിമത സൈന്യം അധികാരം പിടിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ നടപടി. ദീർഘകാലമായി നിലനിന്നിരുന്ന കരാർ ഇല്ലാതായെന്നും സിറിയൻ സൈന്യം ഈ പ്രദേശം ഉപേക്ഷിച്ചെന്നും അതാണ് ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിലേക്ക് നയിച്ചെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ഫലങ്ങൾ പ്രതീക്ഷിക്കത്ത് ഉയരാത്തപ്പോൾ മാത്രം EVMകളെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം. വോട്ടിംഗ് രീതിയെ ചോദ്യം ചെയ്യുന്നതിൽ സ്ഥിരത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും സഖ്യകക്ഷികളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ബാലറ്റ് വോട്ടിംഗിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. EVMകൾ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ 100-ലധികം പാർലമെന്റ് അംഗങ്ങളെ ലഭിക്കുകയും അത് പാർട്ടിയുടെ വിജയമായി ആഘോഷിക്കുകയും പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷം EVMകൾക്കെതിരെ തിരിയുകയും ചെയ്യുന്നത് ഉചിതമല്ല. EVMകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ ഉറച്ചു നിൽക്കണം. EVMകളിൽ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമെന്നും മെഷീനുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ പോരാടണം. ജയിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്നതും പരാജയപ്പെട്ടാൽ മെഷീനെതിരെ സംസാരിക്കുന്നതും ശരിയല്ല. വോട്ടിംഗ് രീതിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ വോട്ടർമാർ തെരഞ്ഞെടുക്കും, അടുത്ത തവണ തെരഞ്ഞെടുക്കണമെന്നില്ല. ഒരിക്കലും EVMകളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയവും ഉദാഹരണമാക്കി അദ്ദേഹം പറഞ്ഞു. ഒരു പുതിയ പാർലമെന്റ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു മികച്ച ആശയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണോ ശരി അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.